ഇപ്പോ ഇന്നത്തെ ഫതിലിൻ്റെ നയന മനോഹരാട്ടോ. എന്നിട്ട് ഈ ഫതിൽ നിങ്ങൾ എല്ലാവരും അറിയിക്കണം കേട്ടോ. ഇത് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഫതിലാണ്. രണ്ട് കണ്ണും കാണാതെ 5 ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരാൾ ഭാര്യ പിടിക്കണം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ ആ മനുഷ്യന് കഴിഞ്ഞ ആഴ്ച സുബ്ഹാനല്ലാഹ് ഓടിങ്ങോട്ട് ഒരു അസ്സലാമു അലൈക്കും. ഞാൻ അന്തം വിട്ടു. നിങ്ങളെ പേര് ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും. മനുഷ്യന്മാരെ അല്ലേ. പിന്നെ ഇന്നത്തെ ഫതിൽ പറയാൻ നയന മനോഹരമാ. അല്ല നമ്മളെ പരാജയപ്പെടുത്തൂല മോളെ, അല്ല പരാജയപ്പെടുത്താതിരിക്കട്ടെ. ഞാൻ പരിചയം ഒരാളുണ്ട്, മൂപ്പര് കോട്ടക്കല് വേങ്ങരയില്, എവിടെ സ്ഥലം? കിളിനക്കോട് കേട്ടോ. കിളിനക്കോട് എന്ന സ്ഥലത്താ. മാഷാ അല്ലാഹ് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മാസം മുമ്പ് എന്നെ കാണാൻ വേണ്ടി മൂപ്പര് എന്താട്ടി ഞാൻ കണ്ടിട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 4 വർഷമായി, ഒരു 4 വർഷമായി. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ആ മനുഷ്യനുണ്ട് എന്നെ കാണാൻ വേണ്ടി കോട്ടക്കൽ വന്നിക്കണ്. ആ സമയത്തുണ്ട് അവരെ ഭാര്യ കൈ പിടിച്ചിക്കണ്. അല്ലാഹ് മൂപ്പര് ഇങ്ങനെ നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് കണ്ണ് കാണണില്ല. ഞാൻ അന്തം വിട്ടുപോയി. പടച്ച റബ്ബേ, 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന് കണ്ണ് കാണണില്ല. എനിക്കൊരുപാട് ഭക്ഷണം തന്നിട്ടുണ്ട്. എൻ്റെ കൽബ് പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചു എന്താ പറ്റി? തങ്ങളെ 2 കൊല്ലമായി 2 കണ്ണിൻ്റെ കാഴ്ചയും പോയി. നടക്കാനും പറ്റില്ല. നടക്കണമെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ എല്ലാത്തിനും ആള് വേണം. റബ്ബേ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണതിൽ എന്ത് വേണം? നമ്മൾ കണ്ണ് കാണാത്ത ആള് അങ്ങനെ നടക്കണം. അല്ലോ കണ്ടപ്പോ എനിക്ക് കൽബ് പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ് ഇല്ലാതെ വിഷമത്തെ അവിടെ നടത്തുമായിരുന്നു. എന്നോട് പറഞ്ഞ 5 ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു രക്ഷയില്ല. പള്ളിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട. അള്ളാഹു നിങ്ങൾ കുടിക്കുന്ന മരുന്നിൽ അള്ളാഹു എന്ത് ചെയ്യട്ടെ കേട്ടോ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ കണ്ണേറുന്നുണ്ട് ഭാഗത്തിലായിക്കലെന്ന്. സുബ്ഹാനല്ലാഹ് അങ്ങനെ മൂപ്പര് 2-3 ആളുകളൊക്കെ പിടിച്ച് വണ്ടി കയറ്റി പറഞ്ഞയച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കോട്ടക്കലിലേക്ക് പോയപ്പോ ഒരു മനുഷ്യന്റെ ഓടി വരുന്നു. സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യൻ ഓടി വരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ ആകന്തം വിട്ടു. എന്താ റബ്ബേ ഇത്? ഞാൻ നിങ്ങളെ പേരെന്താ? തങ്ങളെന്താ അങ്ങനെ ചോദിക്കുന്നു? അല്ല നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ണ് കാണാതെ നിങ്ങളെത്തിക്കല്ലേ എന്തൊക്കെയാണ് കണ്ണ് ഇതാ കേട്ടോളി. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു ദിവസം എന്റെ ഭാര്യ ഒരാളെ ഇങ്ങനെ കുടിച്ചു കൊണ്ടിട്ടുണ്ട്. 2 കണ്ണും കാണുന്നത്. എന്താണ്? 2 കണ്ണും കാണാതെ ഞാൻ കുറച്ചവനെ ഞാൻ ആകെ അന്തം വിട്ടുപോയി. അന്തം വിട്ടുപോയി. കണ്ണ് കാണാതെ എത്ര കൊല്ലം അപ്പൊക്കെ 2 കൊല്ലം ഞാൻ ആകെ ടെൻഷനായി. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോ മൂപ്പരെ ഒരാള് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കണ്ടപ്പോ പേടിച്ചു പോയി. കാരണം എന്താ? 2 കൊല്ലം മുമ്പ് 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരാള് പരസഹായം വേണം. 5 ഓപ്പറേഷൻ. कार इलेक्ट्रिक हो और मोबाइल स्मार्ट हो तो पोर्टफोलियो आउटडेटेड क्यों? इसलिए आज വന്നില്ല. വലിയ വിഷമൊന്നും. ഭാര്യ കയ്യെ പിടിച്ചിട്ട് നടക്കാൻ വയ്ക്കാതെ ഇങ്ങനെ കയ്യോടെ അങ്ങനെ കൊടുത്തു. ഞാൻ പേടിച്ചു പോയി. അൽഹംദുലില്ലാഹ് 2-3 ആഴ്ച മുന്നേ ഇവിടെ വന്നു. തണുപ്പ് എന്താ പറഞ്ഞു? കാണുന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരാളെ പരസഹായം ഇല്ലാതെ വണ്ടി കയറി ഒറ്റക്ക് വന്നു. 2 കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു തക്ബീർ നമ്മൾ എന്തായാലും, കാരണം അത്രയും വിഷമത്തിലാണ്. വീട് എത്ര കൊല്ലായി?
എത്ര കൊടുക്കൽ കൊല്ലായി കണ്ണിന്റെ കാഴ്ച കൊടുക്കൽ കൊല്ലായി 2 കൊല്ലത്തിന് മേലെ അല്ലേ? പുറത്ത് നടന്നില്ല. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയോ? ഇപ്പൊ പള്ളിക്കൊക്കെ പോകും, ഒറ്റക്ക് നടക്കും. ഇപ്പൊ ഒറ്റക്ക് തോന്നുന്നു. വരക്കത്തി കേട്ടെ, എന്റെ കണ്ണും കാണില്ല. 2 കൊല്ലമായി പോയിട്ട്. അപ്പൊ എന്റെ കണ്ണ് ഒരു ബാക്കിലാക്കിയപ്പോ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തു. ഇനി മരിക്കുന്നത് സഹായമില്ല, നമുക്കുള്ള ബാധ്യത അള്ളാഹു കൊടുക്കട്ടെ. സ്വലാത്തുൽ ഫാത്തിഹയുടെ പവറാട്ടോ. അള്ളാഹു ബർക്കത്തിയായിട്ട് സന്തോഷപ്പാടുന്നുണ്ട് കേട്ടോ. കുടുംബത്തിനൊരു തക്ബീർ നമ്മള് ചൊല്ലണം കേട്ടോ. ഇനി അള്ളാഹ് അതിന് കാഴ്ച തരട്ടെ. മറ്റൊക്കെ നടന്നു പോയില്ല, എവിടേക്ക് വല്ല പോകും. വരാൻ കുറച്ച് നേരം വരില്ല കേട്ടോ. അള്ളാഹു ബർക്കത്തിയായിട്ട് തക്ബീർ ചൊല്ലണം. അള്ളാഹു പൂർണ്ണ ശക്തി അള്ളാഹു കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹ് ഒരു എന്തോ ഒരു നിഅമത്ത് റബ്ബ് തന്നിട്ടില്ലേ? അല്ലാതെ ഈ 1,10,000 ആൾ ഇന്ന് വീട്ടിൽ വരുമോ? അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങനെ ഫضല് കിട്ടുമോ? അല്ലേ? എന്ന് അത് അള്ളാഹ് തന്ന നിഅമത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ നിഅമത്താണ്. നമ്മളൊക്കെ കറാമത്തൊന്നുമില്ല. അള്ളാഹ് നിലനിർത്തട്ടെ. സ്വലാത്തിന്റെ പവറാണ്, സ്വലാത്തിന്റെ പവറാണ്. 2 കണ്ണിന്റെ കാഴ്ച പോയി, നടക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കണ്ണിന്റെ കാഴ്ചയും ഖാലിഖായ പടച്ച റബ്ബ് തിരിച്ചു കൊടുത്തു. കുടിക്കുന്ന മഴല്ലാഹു ശിഫ നൽകി. ആ കുടുംബത്തിന് വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂലാക്കണം അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തിന് ഒരു ഫാത്തിഹ ഓതില്ലേ നമ്മള്? അല്ലാഹു ബർക്കത്ത്. നാളെ ഇൻഷാ അല്ലാഹ്, നാളെ ഇങ്ങനെ മനോഹരമായ 2ാമത്തെ ഫളിലാണ്. 10 കൊല്ലത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് 2 ഫളിലാണ്. 1 പവന്റെ സ്വർണമാല, 1 പവനിൽ കൂടുതൽ സ്വർണമാല നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ദാരിദ്ര്യമുള്ള കുടുംബമാണ്. 1 പവന്റെ സ്വർണമാല തന്നിക്കുക. ഞാൻ പറഞ്ഞു ഒരു പാവപ്പെട്ട ആളല്ലേ, പാടില്ല. ഇത് തന്നാ പോരാ. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.